പ്രതാപ പ്രതാപ അമ്മ അമ്മ ഇരിക്ക. നിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. അല്ല അമ്മേ, ഞാൻ മോളെ കുറിച്ച് ഓർക്കായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്നിയുമായിട്ടുള്ള അകൽച്ച കാരണം എനിക്കവളെ സ്നേഹിക്കാനോ ലാളിക്കാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പല പ്രാവശ്യം ഞാൻ അവളെ കരയിപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ ചേച്ചിയുടെ നേരെ കൈപൊക്കാൻ മാത്രം വളർന്നോടി. വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയത് തന്നെ എനിക്കിപ്പോ തെറ്റാന്നാ തോന്നുന്നത്. നിന്റെ ഈ സ്വഭാവം കാണുമ്പോഴാ നീ എന്റെ മകളല്ലെന്ന് തോന്നുന്നത്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നുക. അതാണ് ഇപ്പൊ എപ്പോഴും മോളെ കാണണമെന്ന് തോന്നുന്നത്. കാണണമെന്ന് എനിക്ക് തോന്നുമ്പോ അവളിവിടെ ഇല്ല. അതെങ്ങനെ പറ്റും പ്രതാപ? അവള് രാജുവിന്റെ വീട്ടിലല്ലേ? ശരിയാ. അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്. അതിനിപ്പോ രാജുവിന്റെ വീട് കാസർഗോഡോ മംഗലാപുരത്തോ ഒന്നും അല്ലല്ലോ. നിനക്ക് കാണണമെന്ന് എപ്പോ തോന്നിയാലും ഒന്ന് ഫോൺ ചെയ്താ പോരെ? നിന്റെ മാനസപുത്രനല്ലേ മരുമോൻ. അവൻ 5 മിനിറ്റ് കൊണ്ട് അവളായിട്ട് ഇങ്ങ് പറന്നെത്തില്ലേ? അത് ശരിയാ അമ്മേ. ഞാൻ ഇപ്പോഴാ തിരിച്ചറിയുന്നേ, ഞാൻ എത്ര ഭാഗ്യവനാ. അവൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ട് ഞാൻ പകച്ചു നിന്നുപോയി. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ മോളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. 3 ആൺമക്കളുള്ള ഒരച്ഛൻ എനിക്ക് ആൺമക്കളില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചപ്പോ അത് കേട്ടുകൊണ്ട് വന്ന എന്റെ മോൾ എന്താ ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? ഞാൻ കേട്ടു. അമ്മ കേട്ടതുപോലെ ഒന്നും ആയിരിക്കില്ല സത്യം. ഞാൻ പറയാം. തേച്ച് പഠിച്ച് ഇരുമ്പ് മറ പോലുള്ള ഷർട്ടും മുണ്ടുമിട്ട് നെളിഞ്ഞു വന്നു നിന്ന് പ്രതാപവർമ്മ എന്ന എന്റെ അച്ഛനോട് വലിയ വർത്തമാനം പറയരുത്. പറഞ്ഞ തന്റെ നാവ് പിഴുതെടുക്കാൻ. എനിക്ക് മനസ്സിലാവും പ്രതാപ. നീ വിശദീകരിച്ചാലില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. നിനക്കെന്നും കരുത്തായി നിന്റെ മകളുണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ നിന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്റെ കുട്ടിയെ കണ്ടത് 22 വയസ്സായപ്പോഴാ. അവളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പ്. എന്റെ കേട്ടറിവ് വെച്ച് 18 വയസ്സ് വരെ അവള് പത്മയായിരുന്നു. പക്ഷേ ആദർശ ധീരതയുടെയും കരുത്തിന്റെയും വാശിയുടെയും കാര്യത്തിൽ അവള് നിന്നെപ്പോലെയാ. നിന്നെപ്പോലെയാണെന്ന് പറഞ്ഞാല് ശരിയാവില്ല, നിന്നെക്കാളും ഒരു പടി കൂടി മുന്നില. അവളെ നിന്റെ മകളാണല്ലോ എന്നോർത്ത് നിനക്ക് അഭിമാനിക്കാം. വരും കാലങ്ങളിൽ ഋതികയുടെ അച്ഛനെന്ന പേരിലായിരിക്കും നീ അറിയപ്പെടാൻ പോകുന്നത്. അന്നൊരു പക്ഷേ ഞാനുണ്ടായെന്ന് വരില്ല. എങ്കിലും എന്റെ വാക്കുകൾ സത്യമാകും. അവളിവിടെ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ ഓടി വന്നത്. എനിക്ക് അവളോട് സംസാരിക്കണം. ഇനിയിപ്പോ നാളെ അവരെ കാത്തിരിക്കണം. പറയ്, ആണിനെ വേണോ പെണ്ണിനെ വേണോ? ഇതെന്താ ലേല വിളിക്കുന്നു? അവിടെ ആൺകുട്ടി ആയിരിക്കോ പെൺകുട്ടി ആയിരിക്കോ എന്നാ തർക്കം. സീരിയസ് ആയിട്ട് പറ, എന്താ ഡാർലിങ്ങിന് വേണ്ടേ? അത് എനിക്ക് ആൺകുട്ടിയാ വേണ്ടത്. അപ്പോ എനിക്ക് ആദ്യം ഒരു മകള് വേണം. ആദ്യം ഒരു മകളോ? അപ്പോ പിന്നെയുണ്ടോ? പിന്നെ ഒരു മകള്. അങ്ങനെ
10 പെൺമക്കള്. അപ്പന്റെ തൊഴില് പ്രസവ. ഞാൻ ആജീവനാന്ത പ്രസവക്കാരി. എന്തായാലും എനിക്ക് 10 പെൺമക്കള് വേണം. അതെന്തിനാണോ 10 പെൺമക്കള്? ആ, താൻ വിമൻസ് ഹോസ്റ്റൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വേറൊന്നുമല്ല. പെൺമക്കളായാലേ തന്തപ്പടി അനുസരിക്കുന്നവരായിരിക്കും. എന്നാ ഞാൻ എന്റെ ഒരു ഐഡിയ പറയട്ടെ രാജു. ആ, കേക്കട്ടെ. നമുക്ക് മക്കളെ വേണ്ട. എന്നിട്ട് മക്കളൊക്കെ വന്നാലേ ആ, നമ്മൾ തമ്മിലുള്ള സ്നേഹം ഡിവൈഡ് ചെയ്തു പോവും. രാജുവിന് ഞാനും, എനിക്ക് രാജു മാത്രം മതി. നമുക്കിങ്ങനെ പക്ഷികളെ പോലെ പറന്ന് ജീവിക്കാം. ആ. എന്നിട്ട് 11 kV ലൈനിൽ പോയി മുട്ടി കരിയാനോ? ആ വേലേ അങ്ങ് മനസ്സിലിരിക്കട്ടെ. ആ, എന്തായാലും എനിക്കൊരു അച്ഛനാവണം. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ രാജു. നമുക്ക് അമ്മയും അച്ഛനും ആവണം.